1 ദിനവൃത്താന്തം അധ്യായം 7. ഇസാക്കറിൻ്റെ പുത്രന്മാർ തോല, ഭൂവ, യാഷൂബ്, ഷിമ്രോൻ എന്നീ 4 പേർ. തോലായുടെ പുത്രന്മാർ ഉസ്സി, റഫായ, യെറിയേൽ, യഹ്മായി, ഇബ്സാം, സാമുവൽ. ഇവർ തോലായുടെ കുലത്തിലെ തലവന്മാരും അവരുടെ തലമുറകളിൽ പരാക്രമികളും ആയിരുന്നു. ദാവീദിൻ്റെ കാലത്ത് അവരുടെ സംഖ്യ 22,600. ഉസ്സിയുടെ പുത്രൻ ഇസ്രാഹിയ. ഇസ്രാഹിയയുടെ പുത്രന്മാർ മിഖായേൽ, ഒബാദിയ, ജോയേൽ, ഇഷിയ എന്നീ 5 പേർ. ഇവരെല്ലാവരും പ്രമുഖന്മാരായിരുന്നു. അവർക്ക് അനേകം ഭാര്യമാരും പുത്രന്മാരും ഉണ്ടായിരുന്നു. അവരുടെ കുലത്തിൽ കുടുംബമനുസരിച്ച് ഗണങ്ങളായി തിരിച്ച 36,000 യോദ്ധാക്കൾ ഉണ്ടായിരുന്നു. ഇസാക്കർ ഗോത്രത്തിലെ എല്ലാ കുലങ്ങളിൽ നിന്ന് ആകെ 87,000 പേർ സൈന്യത്തിൽ ഉണ്ടായിരുന്നു. ബെഞ്ചമിൻ്റെ പുത്രന്മാർ ബേല, ബേഖർ, യദിയായേൽ എന്നീ 3 പേർ. ബേലായുടെ പുത്രന്മാർ എസ്ബോൻ, ഉസ്സി, ഉസിയേൽ, ഇറിമോത്ത്, ഈറിം. ഈ 5 പേർ കുലത്തലവന്മാരും യോദ്ധാക്കളും ആയിരുന്നു. വംശാവലി പ്രകാരം ഇവരുടെ കുലങ്ങളിൽ ആകെ 27,034 പേർ. ബേഖറിൻ്റെ പുത്രന്മാർ സെമിറ, യോവാഷ്, എലിയേസർ, എലിയോവേനായ്, ഓമ്രി, യെറമോത്ത്, അബിയ, അനത്തോത്ത്, അലെമെത്ത്. വംശാവലി പ്രകാരം അവരുടെ കുലങ്ങളിൽ 20,200 ധീരയോദ്ധാക്കൾ. യദിയായേലിൻ്റെ പുത്രൻ ബിൽഹാൻ. ബിൽഹാൻ്റെ പുത്രന്മാർ യവൂഷ്, ബെഞ്ചമിൻ, ഏഹൂദ്, കെനാന, സേഥാൻ, താർഷിഷ്, അഹിഷാഹർ. യദിയായേലിൻ്റെ കുലത്തിൽ വംശാവലി പ്രകാരം 17,200 യോദ്ധാക്കൾ. ഈറിൻ്റെ പുത്രന്മാർ ഷുപ്പീം, ഹുപ്പീം. അഹറിൻ്റെ പുത്രൻ ഹുഷീം. നഫ്താലിയുടെ പുത്രന്മാർ യഹ്സിയേൽ, ഗൂനി, യേസർ. ബെൽഹായിൽ നിന്ന് ജനിച്ച ഷല്ലൂം. മനാസയുടെ പുത്രന്മാർ അരമായക്കാരിയായ ഉപനാരിയിൽ നിന്ന് ജനിച്ച അസ്രിയേൽ. അവൾ ഗിലെയാദിൻ്റെ പിതാവായ മാഖീറിൻ്റെയും അമ്മയാണ്. മാഖീർ ഹുപ്പിമിനും ഷുപ്പിമിനും ഭാര്യമാരെ നൽകി. അവൻ്റെ സഹോദരി മാഖ. മാഖീറിൻ്റെ 2ാമത്തെ പുത്രൻ സെലോഫഹാദ്. അവന് പുത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ. മാഖീറിൻ്റെ ഭാര്യ മാഖ ഒരു പുത്രനെ പ്രസവിച്ചു. അവന് പേരഷ് എന്ന് പേരിട്ടു. അവൻ്റെ സഹോദരനായ ഷേരഷിൻ്റെ പുത്രന്മാർ ഊലാം, റാഖെം. ഊലാമിൻ്റെ പുത്രൻ ബദാൻ. ഇവർ മനാസയുടെ മകനായ മാഖീറിൻ്റെ മകൻ ഗിലെയാദിൻ്റെ പുത്രന്മാർ ആകുന്നു. ഗിലെയാദിൻ്റെ സഹോദരി ഹമ്മോലേക്കത്തിൻ്റെ പുത്രന്മാർ ഇഷ്ഹോദ്, അബിയേസർ, മഹല. ഷെമീദായുടെ പുത്രന്മാർ അഹിയാൻ, ഷെക്കം, ലിഖി, അനിയാം. എഫ്രായിമിൻ്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ ഷുത്തേലഹ്, ബേരദ്, തഹദ്, എലയാദ, തഹദ്, സാബദ്, ഷുത്തേലഹ്. ഷുത്തേലഹിൻ്റെ പുത്രന്മാർ ഏസർ, എലയാദ്. ഇവർ തദ്ദേശവാസികളായ ഗത്യരുടെ കന്നുകാലികളെ അപഹരിക്കാൻ ചെന്നപ്പോൾ കൊല്ലപ്പെട്ടു. പിതാവായ എഫ്രായിം വളരെ നാൾ അവരെക്കുറിച്ച് വിലപിച്ചു. സഹോദരന്മാർ ആശ്വസിപ്പിക്കാൻ ചെന്നു. പിന്നീട് അവൻ ഭാര്യയെ പ്രാപിക്കുകയും അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. തൻ്റെ ഭവനത്തിന് അനർത്ഥം ഭവിക്കയാൽ അവന് ബെറിയ എന്ന് പേരിട്ടു. അവൻ്റെ മകൾ ഷേറ താഴെയും മേലെയുമുള്ള ബെത്ത്ഹറോണും
ഉസൻഷേരായും നിർമ്മിച്ചു. എഫ്രായിമിൻ്റെ മകൻ റേഫായുടെ പുത്രന്മാർ തലമുറക്രമത്തിൽ റേസഫ്, തേലഹ്, തഹൻ, ലാദാൻ, അമ്മിഹൂദ്, എലിഷാമ, നൂൻ, ജോഷ്വ. അവർക്ക് അവകാശമായി ലഭിച്ച വാസസ്ഥലങ്ങൾ ബഥേൽ, കിഴക്ക് നാരാൻ, പടിഞ്ഞാറ് ഗേസർ, ഷെക്കേം അയ്യ, മനാസയുടെ ദേശത്തിനരികെ ബത്ഷയാൻ, താനാക്ക്, മെഗിദോ, ദോർ എന്നിവയും അവയുടെ ഗ്രാമങ്ങളും. ഇസ്രായേലിൻ്റെ മകനായ ജോസഫിൻ്റെ പുത്രന്മാർ ഇവയിൽ വസിച്ചു. ആഷേറിൻ്റെ പുത്രന്മാർ ഇമ്ന, ഇഷ്വ, ഇഷ്വി, ബെറിയ, ഇവരുടെ സഹോദരി സേരഹ്. ബെറിയയുടെ പുത്രന്മാർ ഹേബർ, ബിർസായിത്തിൻ്റെ പിതാവായ മൽക്കിയേൽ. ഹേബറിൻ്റെ പുത്രന്മാർ യാഫ്ലത്ത്, ഷോമർ, ഹോഥാം, അവരുടെ സഹോദരി ഷുവ. യാഫ്ലെക്കിൻ്റെ പുത്രന്മാർ പാസാഖ്, ബിംഹാൽ, അശ്വത്ത്. അവൻ്റെ സഹോദരനായ ഷേമറിൻ്റെ പുത്രന്മാർ റോഹ, യഹൂബ, ആരാം. അവൻ്റെ സഹോദരനായ ഹേലമിൻ്റെ പുത്രന്മാർ സോഫാഹ്, ഇമ്ന, ഷേലഷ്, ആമാൽ. സോഫാഹിൻ്റെ പുത്രന്മാർ സുവാഹ്, ഹർനേഫർ, ഷുവാൽ, ബേരി, ഇമ്ര, ബേസർ, ഹോദ്, ഷമ്മ, ഷിൽഷ, ഇത്രാൻ, ബേര. ഏഥറിൻ്റെ പുത്രന്മാർ യഫുന്ന, പിസ്പ, ആര. ഉല്ലയുടെ പുത്രന്മാർ ആരഹ്, ഹന്നിയേൽ, റിസിയ. ഇവർ ആഷേറിൻ്റെ ഗോത്രത്തിലെ കുലത്തലവന്മാരും പ്രസിദ്ധരായ വീരയോദ്ധാക്കളും പ്രഭുക്കന്മാരിൽ പ്രമുഖരും ആയിരുന്നു. സൈന്യത്തിൽ ചേർന്ന അവർ ആകെ 26,000 പേർ ഉണ്ടായിരുന്നു. Chapter 7. The sons of Issachar were Tola, Puah, Jashub, and Shimron, 4. The sons of Tola were Uzai, Rephaiah, Jeriel, Jamai, Ibsam, and Shemuel, warrior heads of the ancestral houses of Tola. Their kindred numbered 22,600 in the time of David. The sons of Uzai, Izarahiah. The sons of Izarahiah were Michael, Obadiah, Joel, and Ishiah. All 5 of these were chiefs. Their kindred by ancestral houses numbered 36,000 men in organized military troops, since they had more wives and sons than their fellow tribesmen. In all the clans of Issachar there was a total of 87,000 warriors in their family records. The sons of Benjamin were Bela, Becher, and Jediel, 3. The sons of Bela were Esbon, Uzai, Uziel, Jeremoth, and Eri, 5. They were heads of their ancestral houses and warriors. Their family records listed 22,034. The sons of Becher were Zimara, Joash, Eliezer, Elionai, Omri, Jeremoth, Abijah, Anathoth, and Alemeth. All these were sons of Becher. Their family records listed 20,200 of their kindred, who were heads of their ancestral houses and warriors. The sons of Jediel, Bilhan. The sons of Bilhan were Jeush, Benjamin, Ehud, Kenaanah, Zethan, Tarshish, and Ahishahar. All these were descendants of Jediel, heads of ancestral houses and warriors. They numbered 17,200 men fit for military service, Shupham and Hupham. The sons of Dan, Hushim. The sons of Naphtali were Jaziel, Gunai, Jezer, and Shallum. These were descendants of Bilhah. The sons of Manasseh, whom his Aramean concubine bore, she bore Machir, the father of Gilead. Machir took a wife whose name was Maacah. His sister's name was Moleketh. Manasseh's second son was named Zelophehad, but to Zelophehad only daughters were born. Maacah, Machir's wife, bore a son, whom she named Peresh. He had a brother named Sheresh, whose sons were Ulam and Rekem. The sons of Ulam, Bedan. These were the descendants of Gilead, the son of Machir, the son of Manasseh.
His sister Moleketh bore Ishhod, Abiezer, and Mala. The sons of Shemida were Ahian, Shechem, Likai, and Aniam. The sons of Ephraim, Shuthelah, whose son was Bered, whose son was Tehath, whose son was Eliada, whose son was Tehath, whose son was Zabad. Ephraim's son Shuthelah and Ezer and Eliad, who were born in the land, were slain by the inhabitants of Gath, because they had gone down to take away their livestock. Their father Ephraim mourned a long time, but after his kinsman had come and comforted him, he visited his wife, who conceived and bore a son, whom he named Beriah, since evil had befallen his house. He had a daughter, Shirah, who built lower and upper Beth-horon, and Uzen-Shirah. Zabad's son was Ripha, whose son was Resheph, whose son was Telah, whose son was Tehan, whose son was Ladan, whose son was Ammihud, whose son was Elishama, whose son was Nun, whose son was Joshua. Their property and their dwellings were in Bethel and its towns, Naaran to the east, Gezer and its towns to the west, and also Shechem and its towns as far as Ayah and its towns. Manasseh, however, had possession of Bethshean and its towns, Teanach and its towns, Megiddo and its towns, and Dor and its towns. In these dwelt the descendants of Joseph the son of Israel. The sons of Asher were Imnah, Lishvah, Ishvai, and Beriah. Their sister was Sarah. Beriah's sons were Heber and Malchiel, who was the father of Birzaith. Heber became the father of Japhlet, Shomer, Hotham, and their sister Shua. The sons of Japhlet were Pasach, Bimhal, and Ashvath. These were the sons of Japhlet. The sons of Shomer were Achai, Roga, Jehubah, and Aram. The sons of his brother Hotham were Jophah, Imnah, Sheleth, and Amal. The sons of Jophah were Suah, Harnefer, Shual, Birai, Imrah, Bezer, Hod, Shammah, Shilshah, Uthran, and Bira. The sons of Jether were Jephunneh, Pispa, and Ara. The sons of Ulah were Ara, Haniel, and Rizia. All these were descendants of Asher, heads of ancestral houses, distinguished men, warriors, and chiefs among the princes. Their family records numbered 26,000 men fit for military service.